ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും ഓണാശംസകൾ. ഇന്നത്തെ യാത്ര പുൽപ്പള്ളി സീതാദേവി ടെമ്പിളിലേക്കാണ്. തൃശ്ശിലേരിയിൽ നിന്ന് 24 കിലോമീറ്ററാണ് പുൽപ്പള്ളി പട്ടണത്തിലേക്ക്. പുൽപ്പള്ളി പട്ടണത്തിലേക്ക് പോകണമെങ്കിൽ 4 പുറവും കാടുകളാണ്. കാടിൻ്റെ ഉള്ളിലൂടെ ഒരു യാത്രയാണ്. ഇത് നമ്മളെ പുൽപ്പള്ളി പട്ടണത്തിലെ ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് 100 മീറ്റർ ചുറ്റളവിലാണ് പുൽപ്പള്ളി സീതാദേവി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പുൽപ്പള്ളി സീതാദേവി ടെമ്പിളിന്റെ ചോടെത്തി. ഇന്നത്തെ യാത്രയിൽ എൻ്റെ 2 സഹോദരന്മാരുണ്ട്, 3 സുഹൃത്തുക്കളുണ്ട്. യാത്ര നല്ല മനോഹരമായ വഴിത്താരയിലൂടെ കടന്നു പോവുകയാണ്. സീതാദേവി ടെമ്പിളിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന കാഴ്ച ട്രാഫിക് ജാമാണ്. അങ്ങോട്ട് പോകാൻ പറ്റും തോന്നില്ല, നല്ല തിരക്കുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. ഓണം പ്രമാണിച്ചും ഉത്സവങ്ങൾ വരുന്ന സമയങ്ങളിൽ മാത്രമാണ് ഇത്രയും തിരക്ക് ഇവിടെ ഉണ്ടാവാറുള്ളത്. സീതാദേവി ടെമ്പിളിന്റെ കവാടത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. തൊട്ടു താഴെ പാർക്കിംഗ് ആണ്. പാർക്കിങ്ങിന്റെ ചോടെ വണ്ടി വെച്ചതിന് ശേഷം അമ്പലത്തിലേക്ക് നടന്നു പോവുകയാണ്. ഞാനിപ്പോൾ ഇറങ്ങിപ്പോകുന്നത് അമ്പലത്തിനോട് അടുത്ത് എത്തിയിട്ടുണ്ട്. അമ്പലത്തിന്റെ ചുറ്റുപാടും ഇന്റർലോക്കൊക്കെ ചെയ്ത് ഒരു നല്ലൊരു കാഴ്ചയാണ് കാണാനുള്ള. പിള്ളേരെല്ലാം ഓടി കളിക്കുന്നുണ്ട്. ഭക്തജനങ്ങളെ കൊണ്ട് നല്ല തിരക്കാണ്. ഇന്ന് ഓണം പ്രമാണിച്ച് രാവിലെ തൊട്ട് തന്നെ നല്ല തിരക്കാണ്. ഏകദേശം 10 മണിക്ക് ചോടെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നല്ല തിരക്ക് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഭഗവതിനെ കണ്ടൊന്ന് തൊഴണമെങ്കിൽ ക്യൂ നിൽക്കണം. ആ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഡയറക്റ്റ് പോയി തൊഴുത് അർച്ചനയും പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് തിരിച്ചു വരാൻ പെട്ടെന്ന് കഴിയുന്നതാണ്. ഇന്ന് തിരക്ക് കാരണം തന്നെയാണ് ക്യൂ ഒന്നും നിന്ന് തൊഴുന്നില്ല. ദേവീനെ കണ്ട് പുറമേ നിന്ന് ദർശനം കിട്ടിയതിന് ശേഷം വീഡിയോ ഒക്കെ എടുത്ത് കവർ ചെയ്ത് മടങ്ങാനുള്ള പരിപാടിയിലാണ്. ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് മുരിക്കന്മാർ ദേവസ്വത്തിന്റെ കീഴിലാണ് ഈ സീതാദേവി ലെവഡ് കുഷ ക്ഷേത്രം ഉള്ളത്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഏരിയ ഉള്ളൊരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ പ്രതിഷ്ഠ ദേവിയാണ്. അപ്പൊ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും നടന്ന് കാണാം. ഈ ക്ഷേത്രത്തിന്റെ വീഡിയോ പകർത്താൻ വേണ്ടി പെർമിഷനൊക്കെ മേടിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഈ ചുറ്റുപാടൊന്ന് കാണാം. കയറി ചെല്ലുന്ന ഭാഗം തന്നെ ദേവി പ്രതിഷ്ഠയാണ്. അതുപോലെ തന്നെ ചുറ്റുപാടും ഓരോ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. കണ്ടോ, ഓടിട്ട ക്ഷേത്രം, അത് ലവാകുഷ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഇവിടെ ഓണം പ്രമാണിച്ച് അത്തപ്പൂക്കളമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. വയനാട് ജില്ലയിലെ പുൽപ്പള്ളി പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഉത്സവം നടത്തിപ്പ് ഒക്കെ ദേവസ്വം ബോർഡാണ്. അതുപോലെ തന്നെ ജനുവരി 1 തൊട്ട് ജനുവരി 7 വരെയാണ് ഉത്സവം കൊണ്ടാടുന്നത്. ഈ ക്ഷേത്രത്തിനോടടുത്ത് തന്നെ വലിയൊരു കുളമുണ്ട്. അത് ക്ഷേത്രകുളം തന്നെയാണ്. ക്ഷേത്രകുളത്തിന്റെ അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല. അപ്പോൾ ഗേറ്റ് കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. വലിയ നീളവും വീതിയുള്ള ഒരു കുളമാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ക്ഷേത്രകുളത്തിന്റെ അവിടെ മേലോട്ട് കയറിയുള്ള കാഴ്ചയാണ് കാണാനുള്ളത്. നല്ല തിരക്ക് തന്നെയാണ്. അപ്പോൾ വയനാടിന്റെ അകത്തും പുറത്തുള്ള ആൾക്കാരെല്ലാം ഈ ക്ഷേത്രം സന്ദർശിക്കണം. ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ആൾക്കാർ, വരാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വന്ന് ക്ഷേത്രമൊക്കെ ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.